നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. നാളെ ഡ്രൈവർ LDV HDV എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. എന്താണ് 2 സെക്കൻഡ് റൂൾ? ഇപ്പോൾ സ്പീഡ് എത്രയായാലും 2 സെക്കൻഡ് കൊണ്ട് മുൻപിലെ വാഹനം ഓടുന്ന ദൂരം അകലമായി നിർത്തിക്കൊണ്ട് ഓടിക്കുക. അതായത് മുമ്പിലെ വാഹനവുമായിട്ട് നമുക്കൊരു 2 സെക്കൻഡ് എങ്കിലും ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഓടിക്കുക. അതാണ് 2 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഒരു വാഹനം പോലീസ് ഉദ്യോഗസ്ഥൻ സീസ് ചെയ്തു കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഒരു വാഹനം പോലീസ് ഉദ്യോഗസ്ഥൻ സീസ് ചെയ്തു കൊണ്ടുപോകുന്നത് നിലവിലുള്ള രജിസ്ട്രേഷൻ, പെർമിറ്റ് ഇവ ഇല്ലാതിരുന്നാലാണ് പോലീസ് ഉദ്യോഗസ്ഥർ സീസ് ചെയ്തു കൊണ്ടുപോകുന്നത്. മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്ന കുറ്റം ഉറപ്പുവരുത്തേണ്ടത് എങ്ങനെയാണ്? മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്ന കുറ്റം ഉറപ്പുവരുത്തേണ്ടത് രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 30 മില്ലിഗ്രാം പെർ 100 മില്ലി-ലിറ്റർ. 30 മില്ലിഗ്രാം എന്ത് വേണം? ആൽക്കഹോൾ പെർ 100 മില്ലി-ലിറ്റർ ബ്ലഡ് എന്ന രീതിയിൽ അതിൻ്റെ അളവ് കണ്ടുപിടിച്ചിട്ടാണ്. അതിൽ അധികം അല്ലെങ്കിൽ അതാ ഒരു വാല്യൂ 30 mg ഓർ മോർ ആയാലാണ് മദ്യപിച്ചു വാഹനം ഓടിച്ചു എന്ന് വരുന്നത്. ഭാരതത്തിൽ ആദ്യമായി കാർ വന്ന വർഷം 1897. ബ്രേക്ക് സിസ്റ്റം വാഹനത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് വാൾട്ടർ ഹാർട്ട് കോക്ക്. മോട്ടോർ ക്യാബിൻ്റെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി. അതിൻ്റെ പരമാവധി സീറ്റിംഗ് കപ്പാസിറ്റി 7. ട്രാഫിക് സിഗ്നലിന് മാതൃകയായത് ബ്രിട്ടൻ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് 2008 നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് 2008 നിലവിൽ വന്ന കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ ഗതാഗത വകുപ്പ് മന്ത്രി. STA-യുടെ ആസ്ഥാനം തിരുവനന്തപുരം. വിൻഡ് സ്ക്രീൻ വൈപ്പർ കണ്ടുപിടിച്ചത് മേരി ആൻഡേഴ്സൺ. ഇളകി മറിഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുവാൻ വാഹനങ്ങളെ പ്രാപ്തമാക്കുന്നത് സ്റ്റെബിലൈസർ. വാഹനത്തിൻ്റെ പ്രധാനമായ ചലനങ്ങളാണ് റോളിംഗ്, പിച്ചിങ് ആൻഡ് യോയിങ്. ഇപ്പോൾ റോളിംഗ് എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. ഈ ഒരു 3 ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് എന്ത്? റോള് എന്ന് പറയുന്നത്. അതുപോലെ പിച്ച് എന്ന് പറഞ്ഞാൽ Y ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റോൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. പിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടയേഴ്സ് മൂവ് ചെയ്യുന്നത് Y ആക്സിസ്. അതുപോലെ Z ആക്സിസിലാണ് യോ എന്ന് പറയുന്നത്. അപ്പോൾ യോയിങ്. അപ്പോൾ ഈ 3 റോളിംഗ്, പിച്ചിങ്, യോയിങ്. ജ്വലന ഫലമായി വായുവും മറ്റു എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾക്ക് സാധാരണയായി ഉണ്ടാകുന്ന ഒരു കേടുപാടാണ് അലൈൻമെന്റ് ഫോൾട്ട്. ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. ക്ലച്ച് പ്ലേറ്റിന് എതിരായി പ്രഷർ പ്ലേറ്റിനെ മൂടിയിരിക്കുന്ന വസ്തു സ്പ്രിങ്സ്. ബ്രേക്ക് സിസ്റ്റം വാഹനത്തിൽ ആവിഷ്കരിച്ചത് ഇതാദ്യം പറഞ്ഞതാണ് വാൾട്ടർ ഹാർട്ട് കോക്ക്. ചേസിസുമായി ഇണക്കിച്ചേർത്ത വാഹനത്തിൻ്റെ സാധാരണ രൂപത്തെ പൊതിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഫ്രെയിം. ഹെഡ് ഗിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹെൽമറ്റ്. ഗാങ്വേ എന്താണ്? ഇത് PSCക്ക് ചോദിച്ചതാണ് ഈ ഒരു ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഹെഡ് ഗിയറും ഗാങ്വേയും റീസെൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഹെഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഹെൽമറ്റ് ആണ്. ഗാങ്വേ എന്ന് വെച്ചാൽ വാഹനത്തിനുള്ളിൽ മുൻവശം മുതൽ പിൻവശം വരെ സഞ്ചരിക്കാനുള്ള ആ വഴിയാണ് ഗാങ്വേ എന്ന് പറഞ്ഞാൽ. ഒരു വാഹന നിർമ്മാണത്തെ അല്ലെങ്കിൽ ആ നിർമ്മാണത്തിൻ്റെ വർഷത്തെ കുറിക്കുന്ന പദമാണ് മോഡൽ. ഇതെത്ര മോഡലാണ് എന്ന് പറയുന്നത് ആ വർഷം കൂടി ചേർത്താണ് പറയുന്നത്. ശബ്ദ മലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ആഗോള വ്യാപകമായി വാഹനങ്ങളിൽ ഉപയോഗത്തിലിരിക്കുന്ന
ആഗോളവ്യാപകമായി വാഹനത്തിൽ ഉപയോഗത്തിലിരിക്കുന്ന ബ്രേക്കാണ് വീൽ ബ്രേക്ക്. എഞ്ചിനിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്താണ് കറങ്ങാൻ തുടങ്ങുന്നത്? എഞ്ചിനിൽ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇംപെല്ലറാണ് കറങ്ങാൻ തുടങ്ങുന്നത്. 4 സിലിണ്ടർ കാർ എഞ്ചിനിലുള്ള പ്രധാന ബിയറിങ്ങുകൾ. എത്ര ബിയറിങ്ങുകളാണ്? 3 ബിയറിങ്ങുകളാണ് 4 സിലിണ്ടർ കാർ എഞ്ചിനിൽ ഉള്ളത്. ഇപ്പോൾ സാധാരണയായി സർവ്വസാധാരണയായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഓയിൽ പമ്പുകൾ ഏതൊക്കെയാണ്? ഗിയർ പമ്പ്, വെയിൻ പമ്പ്. ഷോക്ക് അബ്സോർബിറ്റിന് ഉപയോഗിക്കുന്ന സാങ്കേതിക പദം ഡാംപർ. ഷോക്ക് അബ്സോർബ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സാങ്കേതിക പദമാണ് ഡാംപർ. ഡാമ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓസിലേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ഡാമ്പിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഡാംപർ. ട്രാഫിക് നിയന്ത്രണ വിധേയമായി വാഹനം ഓടിക്കുന്നതിനുള്ള പേര് ഡിഫെൻസീവ് ഡ്രൈവിംഗ്. ട്രാഫിക് നിയന്ത്രണത്തിന് വിധേയമായി വാഹനം ഓടിക്കുന്നതാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്. മോട്ടോർ വാഹന നിയമത്തിൽ ട്രാഫിക് എഡ്യൂക്കേഷൻ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ട്രാഫിക് എഡ്യൂക്കേഷൻ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ 31 ട്രാഫിക് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഒരു റൂൾസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. അതിൽ ഓരോരോ റൂൾസും എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് പഠിക്കാനുണ്ട്. 1950 ആദ്യത്തെ മോട്ടോർ വാഹന നിയമം ഭേദഗതി വരുത്തിയത് 1956. അപ്പോൾ ആദ്യമായിട്ട് വന്ന മോട്ടോർ വാഹന നിയമം 1950, അത് ഭേദഗതി വരുത്തിയത് 1956. സ്വതന്ത്ര ഇന്ത്യയിൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് RTC ആക്ട് പാസ്സാക്കിയത് 1950. അത് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഈ മോട്ടോർ വാഹന നിയമം, റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് 1950. എൻജിൻ എണ്ണയുടെ പ്രധാന ഉറവിടം ക്രൂഡ് ഓയിലാണ് എൻജിൻ എണ്ണ, എൻജിൻ ഓയിൽ. സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അപ്പലേറ്റ് STA പറഞ്ഞിരുന്നു. അതിൻ്റെ ആ സ്ഥാനം നമ്മൾ തിരുവനന്തപുരം പറഞ്ഞിരുന്നു. ഇത് അപ്പലേറ്റ് ട്രിബ്യൂണൽ ആണെങ്കിൽ എറണാകുളം. മോട്ടോർ കാർ കണ്ടുപിടിച്ചത് കാൾ ബെൻസ് ആണ്, 1885. പുതിയ മോട്ടോർ വാഹന നിയമവും ചട്ടങ്ങളും നിലവിൽ വന്ന വർഷം 1989 ജൂലൈ 1 മുതൽ. ലോകത്തിൽ ആദ്യമായി വാഹനങ്ങൾക്ക് നമ്പർ പ്ലേറ്റുകൾ ഏർപ്പെടുത്തിയ വർഷം 1893 പാരീസിലെ പോലീസാണ് നമ്പർ പ്ലേറ്റുകൾ ഏർപ്പെടുത്തിയത്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAIയുടെ ആസ്ഥാനം ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പൂനെയാണ്. അശോക് ലെയ്ലാൻഡിൻ്റെ ആസ്ഥാനം അശോക് ലെയ്ലാൻഡ് ലിമിറ്റഡ് ചെന്നൈയാണ് ആസ്ഥാനം. ടാറ്റയുടെ ആസ്ഥാനം എവിടെയാണ്? ടാറ്റ മോട്ടോഴ്സ് മുംബൈ ആണ്. മാരുതിയുടെ ആസ്ഥാനം മാരുതി സുസുക്കി ലിമിറ്റഡ് ന്യൂഡൽഹി. മഹീന്ദ്രയുടെ ആസ്ഥാനം മഹീന്ദ്ര ലിമിറ്റഡ് മുംബൈ. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കൊൽക്കത്ത. റോയൽ എൻഫീൽഡിൻ്റെ ആസ്ഥാനം എൻഫീൽഡ് ഇന്ത്യ ആണെങ്കിൽ ചെന്നൈയാണ്, എൻഫീൽഡ് ഇന്ത്യ ചെന്നൈ. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി നിലവിൽ വന്നത് 1/1/2008. ആസ്ഥാനം തിരുവനന്തപുരം. നിയമം 2007 പാസാക്കി. ഗ്രാബ് റെയിൽ. എന്താണ് ഗ്രാബ് റെയിൽ എന്ന് പറയുന്നത്? സ്റ്റേജ് കാരിയേജിൽ യാത്രക്കാർക്ക് പിടിക്കുവാൻ വേണ്ടി വാഹനത്തിൽ നീളത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കമ്പി. സ്റ്റേജ് കാരിയേജിൽ യാത്രക്കാർക്ക് പിടിക്കുവാൻ വേണ്ടി വാഹനത്തിൽ നീളത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കമ്പി, ഗ്രാബ് റെയിൽ. ലോകത്തിൽ ആദ്യമുണ്ടായ വാഹന അപകടം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1771 ഫ്രാൻസിലാണ് ലോകത്തിൽ ആദ്യമായുണ്ടായ വാഹനാപകടം എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാഹനങ്ങളുടെ പുകക്കുഴലിൽ നിന്ന് പുറത്തുവരുന്ന ലോഹാംശം ലെഡ് മാറ്റാൻ കഴിയാത്തതോ ഉപേക്ഷിച്ചതോ ആയ നിലയിൽ റോഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് ഹസാർഡ് വാഹനങ്ങൾ. മാറ്റാൻ കഴിയാത്തതോ ഉപേക്ഷിച്ചതോ ആയ നിലയിൽ റോഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് ഹസാർഡ് വാഹനങ്ങൾ. ലോകത്ത് ഏറ്റവും ആദ്യത്തെ മോട്ടോർ സൈക്കിൾ കണ്ടുപിടിച്ച് നിരത്തിലിറക്കിയത് ഗോട്ട്ലീബ് ഡെയ്മലർ. 7 സീറ്റിൽ കൂടുതലുള്ള വാഹനം ഒംനിബസ്.
7 സീറ്റിൽ കൂടുതലുള്ള വാഹനമാണ് ഒമ്നി ബസ്. 8-ൽ കൂടുതലും 16-ൽ കുറവും സീറ്റുകളുള്ള യാത്രാവാഹനം അറിയപ്പെടുന്നത് മിനി ബസ്സാണ്. 8-ൽ കൂടുതൽ എന്നാൽ 16-ൽ കുറവ് സീറ്റുകൾ. ഏറ്റവും നീളം കൂടിയ റോഡ് പാൻ അമേരിക്കൻ ഹൈവേ. അലാസ്ക മുതൽ ചിലി വരെയുള്ള പാൻ അമേരിക്കൻ ഹൈവേ ആണ് ഏറ്റവും നീളം കൂടിയ റോഡ്. ആദ്യ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആരംഭിച്ച സ്ഥലം. ആദ്യത്തെ അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് ആരംഭിച്ചത് ഹേസ്റ്റിങ്സ് ആണ്, UK-യിൽ 1931. ആദ്യ നമ്പർ പ്ലേറ്റിൽ ഉപയോഗിച്ചത് എന്തായിരുന്നു? വാഹന ഉടമയുടെ പേരിൻ്റെ ഇനീഷ്യലുകളാണ് ആദ്യത്തെ നമ്പർ പ്ലേറ്റിൽ ഉപയോഗിച്ചത്. എൻജിൻ ഭാഗങ്ങൾ യോജിപ്പിക്കുമ്പോൾ ലീക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് അവയ്ക്കിടയിൽ വയ്ക്കുന്ന പാക്കിംഗ് ആണ് ഗ്യാസ്കറ്റ്. എൻജിൻ ഭാഗങ്ങൾ യോജിപ്പിക്കുമ്പോൾ ലീക്ക് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അവയ്ക്കിടയിൽ വയ്ക്കുന്ന പാക്കിംഗ് ആണ് ഗ്യാസ്കറ്റ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAIയുടെ ആസ്ഥാനം പൂനെ. അടുത്തത് വിവിധ ഭാരങ്ങളാണ് പറയുന്നത്. എന്താണ് ആക്സിൽ വെയ്റ്റ്? വാഹനത്തിൻ്റെയും ചരക്കിൻ്റെയും ഭാരമാണ് ആക്സിൽ വെയ്റ്റ്. ലാഡൻ വെയ്റ്റ് ചരക്കുൾപ്പെടെ വാഹനത്തിൻ്റെ ഭാരം. വാഹനത്തിൻ്റെയും ചരക്കിൻ്റെയും ഭാരം ആക്സിൽ വെയ്റ്റ്. ലാഡൻ വെയ്റ്റ് ചരക്കുൾപ്പെടെ വാഹനത്തിൻ്റെ ഭാരമാണ്. അൺലാഡൻ വെയ്റ്റ് ചരക്കില്ലാതെ, നമ്മൾ ലോഡിങ് അൺലോഡിങ് എന്ന് പറയുന്ന പോലെ അൺലോഡിങ് വെയ്റ്റ് എന്ന് പറയുന്നത് ചരക്കില്ലാതെ വാഹനഭാരം. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് വാഹനത്തിൻ്റെയും സഞ്ചരിക്കുന്ന ആളുകളുടെയും മൊത്തം ഭാരം. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. ഇപ്പോഴുള്ള ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ സിസ്റ്റം CRDI, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. ഇപ്പോഴുള്ള പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫ്യൂവൽ സിസ്റ്റം MPFA, മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം. ഇതാണെങ്കിൽ കോമൺ റെയിൽ CRDA ആണ് ഡീസൽ വാഹനങ്ങൾക്ക്. അതുപോലെ MPFA ആണ് മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം പെട്രോൾ വാഹനങ്ങൾക്ക്. ഇനി ഓഡോമീറ്റർ എന്തിനാണ്? വാഹനം ഓടിയ ദൂരം കാണിക്കുന്നു. സ്പീഡോമീറ്റർ വാഹനം ഓടുന്ന വേഗത കാണിക്കുന്നതാണ് സ്പീഡോമീറ്റർ. അമ്മീറ്റർ വാഹനത്തിലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നു. കറണ്ട് മെഷർമെൻറ്റിനാണ് അമ്മീറ്റർ. ടാക്കോമീറ്റർ വാഹന എൻജിൻ്റെ കറക്കം കാണിക്കുന്നു. ഫീലർ ഗേജ് എൻജിൻ വാൽവ് ക്ലിയറൻസ്, സിലിണ്ടർ ഹെഡും പിസ്റ്റണും തമ്മിലുള്ള അകലം തുടങ്ങിയവ അളക്കുന്നു. ഫീലർ ഗേജ്. അടുത്തത് പ്രഷർ ഗേജ് ടയറിലെ വായുമർദ്ദം അളക്കുന്ന ഉപകരണമാണ് പ്രഷർ ഗേജ്. AVO മീറ്റർ വാഹനത്തിൻ്റെ ചാർജിംഗ് സർക്യൂട്ടും കറണ്ട് വോൾട്ടേജും അളക്കുന്ന ഉപകരണം. ചാർജിംഗ് സർക്യൂട്ടും കറണ്ട് വോൾട്ടേജും എന്തൊക്കെയാണ്? AVO ചാർജിംഗ് സർക്യൂട്ടും കറണ്ട് വോൾട്ടേജും അളക്കുന്ന ഉപകരണമാണ് AVO മീറ്റർ. സിലിണ്ടർ ഡയൽ ഗേജ് സിലിണ്ടർ ബോറിലെ തേയ്മാനം അളക്കുന്ന സിലിണ്ടർ ഡയൽ ഗേജ് എന്നാണ്. ഡയൽ ഗേജ് സിലിണ്ടർ ബോറിലെ തേയ്മാനം അളക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്